പ്രാർത്ഥിക്കാം. മത്തീവ് സംഭാഷണത്തിൻ്റെ മൗന സംഭാഷണത്തിലെ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം അതിന് കൊടുത്ത മറുപടിയെ ധ്യാനിച്ചുകൊണ്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തെ തിരുമുമ്പാകെ സമർപ്പിക്കാം. എൻ്റെ സങ്കടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് നന്ദി. എൻ്റെ ശക്തീകരണത്തിനായി സങ്കടങ്ങളും കഷ്ടതകളും എനിക്ക് തരുന്നവനായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് നന്ദി. ദിവസം തോറും ഈ നീചഭാവിയെ താലോലിക്കുന്നവനെ നിനക്ക് സ്തുതി, നിനക്ക് നന്ദി. കർത്താവേ, തിരുവചനം അടിയനോട് അരുളി ചെയ്യണമേ. അവയെ അനുഭാവത്തിൽ വരുത്തുവാൻ അടിയനെ യോഗ്യനാക്കണമേ. കർത്താവേ, ദിവസത്തിന് ദിവസം താഴുവാനും എളിമപ്പെടുവാനും അടിയനെ അഭ്യസിപ്പിക്കണമേ. കർത്താവേ, എന്നെ നീയല്ലാതെ ആരും അറിയരുതേ. അവിടുത്തെ ദിവ്യശക്തിയും സാന്നിധ്യവും എന്നെ എപ്പോഴും ഭരിച്ച് വഴി നടത്തണമേ. അവിടുത്തെ ദിവ്യരഹസ്യങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ട കൃപകളും അനുഗ്രഹങ്ങളും അടിയന് തരണമേ. അതുമൂലം അടിയൻ നിഗളിച്ചു പോകരുതേ. കർത്താവെ, തിരുവചനത്താൽ അടിയനെ ധന്യനാക്കി ആശ്വസിപ്പിക്കണമേ. ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടിയുടെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് ധ്യാനിക്കാം. ഇപ്രകാരം കർത്താവ് പറയുന്നു: എൻ്റെ വാത്സല്യ മകനെ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ നിഷ്ഠയും താല്പര്യവും ഉള്ളവനായിരിക്കണം. ഒന്നിനെക്കുറിച്ചും നീ നിരാശപ്പെടരുത്. ഏതെങ്കിലും ഒരു കാര്യം അനുഭവത്തിൽ വരുത്തുവാൻ പ്രയാസമെന്നോ അനുഷ്ഠിക്കുവാൻ അപ്രാപ്യമെന്നോ തോന്നിയാൽ നിൻ്റെ കഴിവ് കിട്ടുന്നത് പോലെ പ്രയത്നിക്കുകയും വിഷമങ്ങൾ അപ്പോൾ എന്നെ അറിയിക്കുകയും ചെയ്യുക. അതിനാൽ നീ പ്രാപ്തനും കൂടുതൽ നൽവരങ്ങൾക്ക് യോഗ്യനുമാകുന്നു. എങ്കിലും ഒരു കാര്യം അനുഷ്ഠിക്കുന്നതിന് ക്ഷണിച്ചാൽ നിന്നെ അതിന് യോഗ്യനാക്കുവാൻ എനിക്ക് കഴിവുണ്ടായിട്ടാണ് ഞാൻ നിന്നെ ക്ഷണിച്ചത് എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് അധൈര്യപ്പെടാതെ, അതിൽ നിന്ന് പിന്മാറാതെ നീ ധൈര്യത്തോടെ ആ കാര്യം അനുഷ്ഠിക്കണം. എല്ലാ നാഴികയിലും നീ എന്നെ നോക്കിയിരിക്കണം. സകല ലൗകിക കൂട്ടുകെട്ടുകളും സംഭാഷണങ്ങളും വിരുന്നുകളും നീ എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹത്തെ പ്രതി പൂർണ്ണമായി ഉപേക്ഷിക്കുക. അത് നിനക്ക് അനേകായിരം മടങ്ങ് സമ്പാദ്യങ്ങളെയും ആനന്ദത്തെയും കൂട്ടുകാരെയും സമ്പാദിച്ചു തരും. കർത്താവിൽ പ്രിയമുള്ളവരെ, നന്ദി എന്നുള്ള വാക്കിൻ്റെ വിപരീത പദം എന്താണ്? നമ്മളിപ്പോൾ നന്ദി നന്ദി എൻ ദൈവമേ എന്നുള്ള പാട്ട് പാടുകയുണ്ടായി. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥന തന്നെ ഇന്ന് മുഴുവൻ ധ്യാനിക്കാനുള്ള ചിന്തകളുണ്ട്. മാത്രമല്ല, ഞാൻ വളരെ
വെറുതെ പുസ്തകം തുറന്നിട്ട് ഒരു പ്രാർത്ഥന വായിച്ചതാണ്. പക്ഷേ ആ പ്രാർത്ഥനയിൽ ഇന്നത്തെ സാരാംശത്തിലെ ചില സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്രകാരമാണ് ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു: കർത്താവേ, എന്നെ നീയല്ലാതെ ആരും അറിയരുതേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ ഇതുവരെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളുടെ ബാക്കിപത്രമായിട്ട് വരുന്ന, ധ്യാനാത്മകമായിട്ട് വരുന്ന ഒരു വചനം ഇവിടെ കിടപ്പുണ്ട്. അത് ആ സമയത്ത് കർത്താവ് വെളിപ്പെടുത്തി തരുന്ന പോലെ നമുക്ക് ധ്യാനിക്കാം. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം. നമ്മളവിടെ വരെ ആയിട്ടില്ല, അതിലേക്ക് വരും. അപ്പോൾ ഈ പ്രാർത്ഥന അതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നതുകൊണ്ട് ആ ഒരു വാക്യം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അറിയുക, ദൈവം നമ്മെ അറിയുക, നാം ദൈവത്തെ അറിയുക, ഈ രണ്ട് പ്രോസസ്സിങ്ങും കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സ്പിരിച്വൽ സൈഡിൻ്റെ ഒരു ആനന്ദം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം നന്ദി എന്നുള്ള വാക്കിൻ്റെ വിപരീത പദമാണ്. എന്താണ്? നന്ദി ഇല്ലാതിരിക്കുക, അല്ലേ? അതിന് മറ്റൊരു ആരാധനാപരമായി അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതപരമായിട്ട് നന്ദി എന്നുള്ള വാക്കിന് എന്ത് വാക്കാണ് നമ്മൾ വിപരീത പദം പറയുക? ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴൊന്നും അല്ല, റോമർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് 2-3 വർഷം മുമ്പാണ് പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ പറഞ്ഞാലും എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. നന്ദി എന്നുള്ള വാക്കിൻ്റെ വിപരീത പദം എന്തായിരിക്കാം? നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിൽ അത് കിടപ്പുണ്ടായിരിക്കാം. നന്ദി എന്നുള്ള വാക്കിൻ്റെ വിപരീത പദം ആരാധനാ ഭാഷയിൽ പരാതി എന്നാണ്. പരാതി. അപ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനുണ്ട്. നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളുടെ ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂക്ഷ്മാവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനകത്തെല്ലാം ഒരു പരാതി ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ ഓരോ പ്രാർത്ഥനയും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥന ശ്രദ്ധയോടെ വേണം, അല്ലേ? പത്രോസിന് വേണ്ടി രോധ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലേ? പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു കൂട്ടം വീട്ടിൽ ആൾക്കാർ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ്? ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഭാഗത്ത് വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ആമുഖമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ ദൈവസനെ സമർപ്പിക്കുമ്പോൾ പരാതികൾ ഒഴിവാക്കുക. നമുക്ക് നമ്മുടെ ജീവിത അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് കാണും. ആ സമർപ്പിക്കുന്നത് നമ്മുടെ ആ ബലഹീനതയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ വിഷമത്തിൽ നിന്നോ പ്രയാസത്തിൽ നിന്നോ ഒക്കെ ആവാം. പക്ഷേ അവിടെ നിന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ അതിനകത്ത് പരാതികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ വളരുമ്പോൾ, നമ്മൾ വളരണമല്ലോ, നിങ്ങളെല്ലാം വളരണം. വെറുതെ ധ്യാനം കേട്ട് പോയിട്ട് കാര്യമില്ല. 2-3 വർഷമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ആ 2-3 വർഷം മുമ്പുണ്ടായിരുന്ന ആധ്യാത്മിക നിലം തന്നെയാണ് നിങ്ങളിപ്പോഴും എങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇനി പറയുന്നതുകൊണ്ട് എനിക്കും പ്രയോജനമില്ല. ഞാനും വളരണം, നിങ്ങളും വളരണം, അല്ലേ? എങ്ങനെ? സ്പിരിച്വാലിറ്റിയിൽ വളരണം, ആധ്യാത്മികതയിൽ വളരണം. ഇന്ന് കണ്ട ആളായിരിക്കരുത് നാളെ. അല്പമെങ്കിലും കൃപയിൽ നമുക്ക് ഉയരാനുള്ള ഒരു 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 സാധ്യത ദൈവം നമ്മുടെ ഹൃദയ വയലിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വയലിൽ നല്ല വിതകളെ വിതച്ച് അവിടെ നമ്മൾ വളർന്നു വരുവാൻ ഇന്നത്തെ കൃപയേക്കാളിൽ കുറച്ചും കൂടെ ശക്തമായ കൃപ അടുത്ത ദിവസം കിട്ടുവാൻ, ഇന്ന് ചൊല്ലിയ വിശുദ്ധ കുർബാനയേക്കാളിൽ ശക്തമായി പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകുവാൻ, അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താണ് വേണ്ടത്? ശക്തിയാണ് വേണ്ടത്. നമുക്കെല്ലാം അധികാരങ്ങളുണ്ടല്ലേ? അധികാരങ്ങളുണ്ട്. കുർബാന ചൊല്ലുവാൻ എനിക്ക് അധികാരമുണ്ട്. എവിടെ വേണേലും ചൊല്ലാം. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനുള്ള അധികാരമുണ്ട്. പക്ഷേ എനിക്ക് ശക്തിയില്ലെങ്കിൽ ഈ അധികാരം കൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം അധികാരം സൗജന്യമായി കിട്ടുന്നതാണ്. ശക്തി വില കൊടുത്ത് വാങ്ങണം. വെറുതെ കിട്ടില്ലത്, വെറുതെ കിട്ടത്തേയില്ല. വെളിപാട് 3:18 വായിച്ചോളൂ. വെളിപാട് 3:18.
നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ കൂതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് ചോദിച്ചു വാങ്ങിക്കൊള്ളുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പോൾ വിലയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീ സമ്പന്നനാകേണ്ടതിന് ആത്മീയമായി, ഇപ്പം പറഞ്ഞ കാര്യമാണ്. ഇന്നത്തെ സമ്പത്തായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആയിരിക്കരുത് നാളത്തെ നമ്മുടെ ആധ്യാത്മിക സമ്പത്ത്, അതിലും കൂടിയിരിക്കണം. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ ആധ്യാത്മിക സമ്പത്ത് ആ സ്വർഗീയ ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ടേ ഇരുന്നാൽ ഇത് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ചില എഫർട്ട്സ് ഇടണം. എഫർട്ട്സ് അതായത് നമ്മൾ കുറച്ച് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ചില സംഗതികളുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഒരു വാക്കുണ്ട്. പറയേ, ആക്ഷൻ കാണിച്ചു തരാം. വിശുദ്ധ കുർബാന എന്താണ് ചെയ്യുന്നത്? അർപ്പണമാണ്. അർപ്പണം എന്ന് പറഞ്ഞാൽ എടുത്തങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മളെ എടുത്ത് മുഴുവനായി കൊടുക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ശരിക്കും ആധ്യാത്മികമായ നല്ല നിറവിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വല്ലാതെ ക്ഷീണിച്ചു പോകും, ശരീരം നന്നായിട്ട് തളരും. അതെന്തുകൊണ്ടാണ്? നമ്മളിത് റിസീവിങ് എൻഡ് മുഴുവൻ ആത്മാവില്ല, ഗിവിങ് എൻഡ് മുഴുവൻ ശരീരത്തിലാണ്. ആത്മാവും കൊടുക്കുന്നുണ്ട്, പക്ഷേ റിസീവിങ് എൻഡ് ആത്മാവിലായതുകൊണ്ട് ആത്മാവിന് നല്ല ഉന്മേഷം കിട്ടും. പക്ഷേ അർപ്പിക്കുന്നത് ശരീരവും കൂടെ ചേർന്നതായതുകൊണ്ട് ശരീരം അങ്ങോട്ട് അർപ്പിച്ച് കൊടുക്കുകയാണ്. കർത്താവ് കാൽവറിയിൽ അതാണ് ചെയ്തത്. ശരീരം അർപ്പിച്ചു. അർപ്പകനും സ്വീകർത്താവും കർത്താവിൻ്റെ വിലയിൽ ഒരാളായിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അർപ്പകനും സ്വീകർത്താവും നമ്മൾ ആരാധനയിൽ പാടുന്നുണ്ട്. അപ്പോൾ അർപ്പിച്ചത് ശരീരം, ആത്മാവ് പ്രാണനെ വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. അത് ആനന്ദത്തിലാണ്. പക്ഷേ ശരീരം മുഴുവൻ തകർന്നില്ലാണ്ടായിപ്പോയി. യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചാലും ചൊല്ലിയാലും നമ്മളുടെ ശരീരത്തിനൊരു അർപ്പണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നിനായി മാത്യുസ്രംബാച്ചൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിൽ, ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവയിൽ ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കുവാനുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ശക്തീകരണത്തിനായി സങ്കടങ്ങളും കഷ്ടതകളും എനിക്ക് തരുന്നവനായ കർത്താവേ. അപ്പോൾ കർത്താവ് തരുന്ന ചില സങ്കടങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു ഈ കാര്യം. അതായത് ഈ കോരിന്ത്യർക്ക് ലേഖനം 7-ാം അധ്യായത്തിൽ ഒരു വചനം അവിടെ കിടപ്പുണ്ട്. അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു, അത് എന്താണ് അതിൻ്റെ അർത്ഥം? കോരിന്ത്യർക്ക് ലേഖനം 2 കോരിന്ത്യർ 7-ാം അധ്യായത്തിൽ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? നമ്മുടെ വേദപുസ്തകത്തിൽ ചെറിയൊരു അക്ഷരപ്പിശകിലാണ് അത് എഴുതിയിരിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാണ്? വല്ലതും മനസ്സിലായോ? 2 കോരിന്ത്യർ 7:10 2 കോരിന്ത്യർ 7:10 അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അതിനു മുമ്പ് പൗലോസ് ശ്ലീഹ എന്താണ് ആ ദുഃഖത്തിൻ്റെ കാര്യം എന്നുള്ള കാര്യങ്ങൾ തൊട്ട് മേളിൽ പറഞ്ഞിട്ടുണ്ട്. കോരിന്ത്യ സഭയിൽ ഒരുപാട് പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ആ സഭയിൽ 2 വിധത്തിലുള്ള ആൾക്കാരാണ്. ഒരു വശത്ത് വളരെ ദുർമടപ്പോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ, മറുവശത്ത് പൗലോസിനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ. അവിടെയാണ് പൗലോസ് ശ്ലീഹ സുവിശേഷ വേല നടത്തുന്നത്. അതായത് ദുർനടപ്പ് വളരെ ശക്തമായി വർദ്ധിച്ചിരുന്ന ഒരു സഭയാണ് കോരിന്ത്യ സഭ. അപ്പോൾ ആ സഭയിൽ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ട് എന്ന് കേൾക്കുന്നു പോൽ. എന്താണ് ദുർനടപ്പിൻ്റെ തീവ്രത? ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ, അതായത് 2ാം അമ്മയെ ഭാര്യയായിട്ട് എടുക്കുകയാണ്. അത്രയ്ക്ക് ഭീകരമായ ദുർനടപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ പൗലോസ് ശ്ലീഹ അവർക്ക് ശക്തമായ ലേഖനങ്ങൾ എഴുതി താക്കീത് കൊടുത്ത്, വളരെ ശാസിക്കുന്ന രീതിയിൽ അങ്ങനെ താക്കീത് കൊടുത്തപ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ആ 2 കോരിന്ത്യർ 7-ാം അധ്യായം 8 മുതൽ വായിച്ചാൽ, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും
ഞാൻ അനുദപിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രയാസമായി, ഞാൻ വഴക്ക് പറഞ്ഞത്, ഞാൻ ശകാരിച്ചത് നിങ്ങൾക്ക് പ്രയാസമായി, പക്ഷേ ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തെയെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അതായത് നിങ്ങൾക്ക് ആ ദുഃഖം തന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് 9-ാം വാക്യം, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. അപ്പോൾ മാനസാന്തരത്തിനായി ദുഃഖിക്കത്തക്കവണ്ണമുള്ള കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നു എന്ന് റമ്പാച്ചൻ്റെ ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയതുകൊണ്ടും ആത്മീക നിലവാരം കൃപയിൽ മേൽ കൃപ വളർന്നതുകൊണ്ടും എൻ്റെ ശക്തീകരണത്തിനായി സങ്കടങ്ങളും കഷ്ടതകളും എനിക്ക് തരുന്നവനായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് നന്ദി എന്നാണ്. അപ്പോൾ അത് ശക്തീകരണത്തിനായിട്ട് തീരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ഇവിടെ പറയുകയാണ് 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അനുതാപം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അനുതാപം വരാത്ത മാനസാന്തരത്തിനായി എന്നോ? അപ്പോൾ അത് ശരിയല്ലല്ലോ. ആ വരാത്ത എന്നല്ല ആ വാക്ക്, വരത്തക്ക എന്നാണ്. വരത്തക്ക, വരാത്ത എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയി പോകും. ദൈവഹിതപ്രകാരമുള്ളൊരു ദുഃഖമുണ്ട്, അത് അനുതാപം വരത്തക്ക മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അപ്പോൾ കർത്താവ് ചില സങ്കടങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സങ്കടങ്ങൾ നമ്മുടെ അനുതാപത്തിനും ശുദ്ധീകരണത്തിനുമായിട്ട് നമ്മളെ നിർമ്മിച്ചപ്പോൾ തന്നെ ഈ ശുദ്ധീകരണത്തിൻ്റെ പാക്കേജിൽ ദൈവം അനുവദിച്ചിട്ടുള്ള കഷ്ടതകളുണ്ട്. എന്നാൽ ദൈവം അനുവദിക്കാത്ത കഷ്ടതകൾ കയറി വരും. എന്തുകൊണ്ടായിരിക്കും? എല്ലാ ദുരിതങ്ങൾക്ക് പിന്നിലും, നമുക്ക് വരുന്ന എല്ലാ ദുരിതങ്ങൾക്ക് പിന്നിലും ഒരു പാപം ഉണ്ട്. അത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരിക്കുന്നതിന് ആ മുമ്പ് എന്ന് പറഞ്ഞാൽ, ആ മരിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദുരിതം കയറിപ്പോവും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മുടെ ദുരിതത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ വിഷമിക്കേണ്ട. അപ്രേമിൻ്റെ ഒരു ബഹുസാലിപ്രകാരം ഒരു പാട്ടുണ്ട്, എൻ ദുരിതത്തിനു പരിഹാരം നൽകിയ നിന്റെ ബലിയാലേ എന്നെ ഞെരുക്കിയിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ. എൻ്റെ ദുരിതത്തിന് ഒരു പരിഹാരം അവനുണ്ട്, അല്ലേ? ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ലോകപ്രകാരമുള്ള ദുഃഖം ഉണ്ട്, എന്നാൽ മാനസാന്തരം വരത്തക്ക അനുതാപം നമുക്ക് കൊണ്ടുവരുന്ന ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഏതൊക്കെയോ റൂട്ടിലേക്ക് കാര്യങ്ങൾ പോയി. ന്യായവിധിയിലൊക്കെ കയറിപ്പോയി, അല്ലേ? നിങ്ങൾ ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇതെന്താണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇതെന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുള്ള യാതൊരു ക്രമീകരണവും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അല്ലെങ്കിലും ഇല്ല, ഒന്നുമില്ല, നമ്മളിങ്ങനെ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഇതെന്താണ് ഈ റൂട്ടിൽ പോകുന്നത്? പക്ഷേ എനിക്ക് അതിന് ശേഷം ഈ 2 ദിവസം മുമ്പാണ് അതിനുള്ള കാര്യം മനസ്സിലായത്. കാരണം ഈ ഒരു സന്ദേശത്തിൻ്റെ ഒരു മാനസാന്തരമോ അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഇമ്പാക്റ്റോ ഒരാളിൽ ശക്തമായി ഉണ്ടായിട്ട് അദ്ദേഹം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഈ മാധുര്യം അറിയുവാനും ക്രിസ്തുവിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി അദ്ദേഹം ഒരു സാക്ഷ്യം പോലെ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും വിളിച്ചു പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം,
നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ദൈവം എവിടെയൊക്കെയോ എന്തൊക്കെയോ പദ്ധതി ഇടുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമുക്ക് തോന്നുന്നത് എന്താണ്? ഇതെന്താണ് ഇങ്ങനെ? ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നി അത് ഈ റൂട്ടല്ലല്ലോ, ഇതിങ്ങനല്ല പോകേണ്ടത്. പക്ഷേ ആ റൂട്ടിൽ പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ ഇന്ന് 10-ാം വാക്യം മുതൽ 10-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുകയാണ്. ഒരിടയൻ്റെ ചുമതല എന്താണെന്നും ഒരിടയൻ എങ്ങനെയായിരിക്കണമെന്നും താൻ നല്ല ഇടയനായിരിക്കുമ്പോൾ നിങ്ങൾ ആ ഇടയൻ്റെ കീഴിൽ എങ്ങനെ ഇരിക്കണമെന്നും പ്രത്യേകിച്ച് പുരോഹിതന്മാരായ ഞങ്ങളെപ്പോലെയുള്ളവർ എങ്ങനെയാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കേണ്ടതും എന്നുള്ള കാര്യങ്ങളെല്ലാം കോർത്തിണക്കി കർത്താവ് താൻ എങ്ങനെയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് വളരെ പരോക്ഷമായി നമ്മളോട് ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗം എന്നോട് തന്നെയാണോ എന്നെനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. കാരണം ഇടയൻ്റെ നിവൃത്തി ജോലിയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ് 10-ാം അധ്യായം 10-ാം വാക്യം. നമുക്ക് അവിടെ താഴോട്ടൊന്ന് വായിക്കാം ആദ്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വായിച്ചോ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ എന്തു ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പിന്നെ ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരം ഇല്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്തതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അവിടെ നിൽക്കട്ടെ, അത്രയും മതി. ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടു. ഒന്ന്, ഒരു കള്ളനുണ്ട്, ഒരു മോഷ്ടാവുണ്ട്, നല്ല ഇടയനുണ്ട്, എന്നാൽ ഉടമസ്ഥനല്ലാത്ത ഒരിടയനുണ്ട്, അല്ലേ? അതുപോലെ ചെന്നായിയുണ്ട്, ആടുകളുണ്ട്. ഇങ്ങനെ വളരെ കഥാപാത്രങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ വരികയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഈ കള്ളൻ ആരാണ്? 10-ാം അധ്യായം 1-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. ആദ്യത്തെ ഈ സെഷൻ കേട്ടിട്ടുള്ളവർക്ക് ഈ കള്ളന്മാരായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഇങ്ങനെ കുറേ കള്ളന്മാരെ പറ്റി കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിലുണ്ട്. 5-ാം അധ്യായത്തിൽ ആരുടെ സൗഖ്യത്തെ പറ്റിയാണ് പറയുന്നത്? ബെഥസ്ദ കുളത്തിൻ്റെ സമീപത്ത് കിടന്ന് തളർവാദം പിടിച്ചു കിടന്ന ആളെ സൗഖ്യമാക്കിയപ്പോഴും യഹൂദന്മാർ അല്ലെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഇതുപോലെ, ഏതുപോലെ? 9-ാം അധ്യായത്തിലെ അന്ധനെ പിടിച്ചിരുത്തി വിസ്താരം ചെയ്തതുപോലെ ഇവനെ വിസ്താരം ചെയ്തിരുന്നു. എന്തിനാണ് വിസ്താരം ചെയ്യുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ത് കാര്യമാണ്? ഈ സൗഖ്യമാക്കിയവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. അല്ലാതെ വേറെ അവർക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇപ്പം ഒരാൾ സൗഖ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെന്താ പ്രശ്നം? ശബത്തിലാണെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കും. അങ്ങനെ കർത്താവിലേക്ക് അടുക്കുന്നവരെ അവനിൽ നിന്ന് തിരിച്ച് ഈ കർത്താവിനെ തന്നെ
പാപിയാണെന്ന് മുദ്ര കുത്തുവാൻ വേണ്ടി ഒരു വർഗം തന്നെ ആ സമയത്ത് ഇറങ്ങിത്തിരിച്ചിരുന്നു. അവരെയാണ് കള്ളന്മാർ, കവർച്ചക്കാരെന്ന് പറയുന്നത്. ഈ വർഗത്തിൻ്റെ അപ്പൻ ആരാണ്? ഈ വർഗത്തിൻ്റെ അപ്പനാണ് പിശാച്. അവൻ കൊലപാതകം ചെയ്യുന്നവൻ്റെ അപ്പനും ആവുന്നു. ഇതെവിടെ തുടങ്ങി ഈ പരിപാടി? ഏദൻ തോട്ടത്തിൽ ആണ് ഈ മോഷണം ആദ്യം തുടങ്ങിയത്. മോഷ്ടിപ്പാനും അറുപ്പാനും അല്ലാതെ അവൻ്റെ സന്തതികളെല്ലാം ഇതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇവൻ്റെ സന്തതിയെ നോക്കിയാണ് വിളിക്കുന്നത്. എന്താണ്? സർപ്പസന്തതികളെ. സർപ്പത്തിൻ്റെ തലമുറക്കാരാണ്. വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഹവ്വയിലേക്ക് അവൻ തൻ്റെ വിഷമുള്ള് കയറ്റിവിട്ടിട്ട് അവളിലുണ്ടായിരുന്ന എന്താണ് മോഷ്ടിച്ചതെന്നറിയാമോ? പറയൂ. അവളിലുള്ള എന്താണ് മോഷ്ടിച്ചത്? വിശ്വാസം. ഹവ്വയിലുള്ള വിശ്വാസത്തെയാണ് പിശാച് ഏദൻ തോട്ടത്തിൽ മോഷ്ടിച്ചത്. അനുസരണക്കേട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ വിശ്വാസം ഇവനിലായപ്പോൾ ശരിക്കും അനുസരണക്കേടല്ല അവൾ കാണിച്ചത്. പിന്നെന്താ കാണിച്ചത്? അനുസരണമാണ് കാണിച്ചത്. പക്ഷേ ആരെയാണ്? പിശാചിനെയാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അനുസരണക്കേടെന്ന് പറയുന്നത് ദൈവത്തെ അനുസരിച്ചില്ല എന്നാണ്. അവൾ ശരിക്കും അനുസരിക്കുകയാണ് ചെയ്തത്. ആരെ അനുസരിച്ചു? പിശാചിനെ അനുസരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസായിൽ ഇത് നേരെ റിവേഴ്സ് അടിക്കുന്നത്. പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. പിശാചിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് മശിഹായിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ആദ്യ മാതാവായ നമ്മുടെ വല്യമ്മച്ചി വീണുപോയ ആ വലിയ അഗാധക്കുഴിയിൽ നിന്ന് പരിശുദ്ധ മാമോദീസായാൽ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ വിലാവിൽ നിന്ന് ഒഴുകി വന്ന പരിശുദ്ധ ജലനദിയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്താൽ നമ്മൾ മുദ്ര കുത്തപ്പെട്ട് വീണ്ടെടുക്കപ്പെടുകയാണ്. അതിനായിട്ട് ഇതം പ്രഥമമായ കാര്യം വിശ്വാസം ഏറ്റുപറയുക എന്നുള്ളതാണ്. റോമർ 10:7-8 അല്ലേ? 9 യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. ചുമ്മാ വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ല. കർത്താവിൽ വിശ്വസിക്കും. നമ്മൾ വിശ്വാസ പ്രമാണം പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു ചടങ്ങ് പോലെ അങ്ങനെയല്ല. നമ്മൾ ആത്മാർത്ഥമായി വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അത് പറയുമ്പോൾ, സ്നേഹത്തോടെ കുമ്പിടുമ്പോൾ, അവിടെയാണ് ആ വിശ്വാസത്തിൻ്റെ തീവ്രത നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്നതും പിശാച് ഓടിപ്പോകുന്നതും. ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന വലിയൊരു എക്സോസിസം പ്രെയറാണ്. എക്സോസിസം പ്രെയർ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. നമ്മളിലെല്ലാം എന്തുണ്ട്? ഒരു പൗരോഹിത്യ നൽവരം പരിശുദ്ധ മാമോദീസായിൽ കൂടി കർത്താവ് തന്നിട്ടുണ്ട്. ആ പൗരോഹിത്യ നൽവരം എന്ന് പറയുന്നത് കർത്താവിലുണ്ടായിരുന്ന, ദൈവത്തിലുണ്ടായിരുന്ന നിത്യ പൗരോഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ആദാമിനും ഹവ്വായിക്കും കൊടുത്ത പൗരോഹിത്യം. ആദാമിൻ്റെ സ്വരൂപത്തെ വീണ്ടെടുക്കുവാനായിട്ടാണ് ആദാമിൻ്റെ പ്രതിരൂപമായ കർത്താവ് വീണ്ടും വന്നത്. മനസ്സിലായോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിനെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വചനത്തെപ്പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചായിരുന്നു അല്ലേ? ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പിന്നെയും പ്രവേശിപ്പിക്കേണ്ടതിന്. അപ്പോൾ ആദ്യജാതൻ ആരാണ്? ആദമാണ് ആദ്യജാതൻ. അവനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രതിരൂപമായ കർത്താവ് ദൈവപുത്രൻ തന്നെ അവൻ്റെ പ്രതിരൂപമായി പിന്നെയും ഭൂതലത്തിലേക്ക് വന്ന് അവൻ വീണുപോയിടത്തുനിന്ന് അവനെയും അവൻ്റെ തലമുറയെല്ലാം ഉദ്ധരിച്ചു. എന്നാൽ ഇവിടെ പൗരോഹിത്യം എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോണം, ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. ഈ പൗരോഹിത്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? ഇപ്പോൾ ഒരച്ഛൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്?
ആദ്യം വരുന്ന ചിന്ത അത് വളരെ പ്ലെയിനായിട്ടങ്ങ് പറഞ്ഞു. അച്ഛൻ്റെ പ്രധാന ജോലി എന്തുവാണ്? വിശുദ്ധ ബലി അർപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? ബലി അർപ്പിക്കുന്നത് എന്തിനാണ്? പാപത്തിന് പരിഹാരം കൂടെയാണത്. പുതിയ നിയമത്തിലെ ബലിയർപ്പണത്തിന് പാപപരിഹാരം മാത്രമല്ല, വേറെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ബലിയോ? ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. പഴയ നിയമത്തിലെ ബലിയോ പാപത്തിന് പരിഹാരം മാത്രമാണ് അല്ലേ? പാപത്തിന് പരിഹാരമാണ്. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ബലിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദമിന് പൗരോഹിത്യ ആവശ്യമുണ്ടോ? പിടിയിട്ടില്ല. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ബലിയുണ്ടോ? ബലിയില്ല. ഏദൻ തോട്ടത്തിൽ ബലിയില്ല. എന്നാൽ ആദമിൽ പൗരോഹിത്യം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ബലിയില്ലെങ്കിൽ പിന്നെന്തിനാണ് പൗരോഹിത്യം? പൗരോഹിത്യം ബലി മാത്രമല്ല, സമ്മതിച്ചു. അതെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊള്ളണം. അതായത് ആദാമിൽ ഉണ്ടായിരുന്ന പൗരോഹിത്യം നിത്യമായി കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പൊതുവായ പൗരോഹിത്യ നൽവരമാണ്. അതാണ് മാമോദീസയിൽ പരിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്നുവെന്ന് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത്. അതേതാണ് വചനം? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. അപ്പോൾ രാജകീയ പുരോഹിത വർഗം അത് വർഗമാണ്. അതോടൊപ്പം തന്നെ ആ വർഗം എന്ന് പറയുമ്പോൾ ആ പൗരോഹിത്യ നൽവരത്തിൽ തന്നെയാണ്. പരിശുദ്ധ മൂറോൻ അഭിഷേകം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പട്ടം കുടയാണത്. നമ്മളിലെല്ലാം ഉണ്ട്. പക്ഷേ ആ പട്ടം കുടയിൽ ബലിയർപ്പണത്തിന് അനുവാദമില്ല. ഇത് പൊതുവായ പൗരോഹിത്യ നൽവരമാണ്. എന്നാൽ കർമാനുഷ്ഠിത പൗരോഹിത്യ നൽവരം അത് കർത്താവ് ചിലർക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. മാതാവിന് പോലും ഈ കർമാനുഷ്ഠിത പൗരോഹിത്യ നൽവരം കർത്താവ് കൊടുത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഈ ഹോമിലീസ് ഓഫ് സെയിൻറ്റ് ഐസക് എന്ന് പറയുന്ന ഒരു ഡെസർട്ട് പിതാവുണ്ട്. അദ്ദേഹം പറയുന്നത് പരിശുദ്ധ മാതാവിന് പുരോഹിതന്മാരോട് വലിയ സ്നേഹമാണെന്നാണ്. കാരണം തൻ്റെ മകൻ്റെ ശരീരത്തെ കൈകളിൽ എടുക്കുന്നത് മാതാവ് കൈകളിലെടുത്ത പോലെയാണ്. അതുകൊണ്ട് ദൈവമാതാവിന് പുരോഹിതന്മാർ സ്വന്തം മക്കളെപ്പോലെയാണ് എന്ന് ഈ സെയിൻറ്റ് ഐസക് ഹാസ് റിട്ടൺ ഇൻ ഹിസ് ഹോമിലീസ്. ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഈ മാതാവിനെ പോലും കർമാനുഷ്ഠിത പൗരോഹിത്യം, അതായത് ബലിയർപ്പണ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ആ നൽവരം ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അക്കൂട്ടത്തിൽ മാതാവില്ല. മർക്കോസിൻ്റെ മാളികയിൽ മാതാവില്ല. സ്വർഗാരോഹണ സമയത്ത് പരിശുദ്ധ ഈ മാതാവില്ല. അതായത് കർത്താവിന് പോലും ചില കാര്യങ്ങളിൽ റിസർവേഷനുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാർ കർത്താവിനുണ്ടായിരുന്നു. അതിൽ 72 പേര് വേറെ ഉണ്ടായിരുന്നു. അതിൽ 12 പേര് വേറെയുണ്ട്. അതിൽ 3 പേര് വേറെയുണ്ട്. അതിൽ ഒരാൾ വേറെയുണ്ട്. ദൈവസ്നേഹം ഒരുപോലെയാണോ? നിങ്ങളെന്ത് പറയുന്നു? ദൈവസ്നേഹത്തെപ്പറ്റി പൊതുവെ ഒരു ധാരണ എങ്ങനെയാണ്? ദൈവം സ്നേഹമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലേ. നമ്മൾ റോമർക്ക് ലേഖനം പഠിച്ചപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഗ്രേഡിലുള്ള മറ്റൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. അച്ഛനോടുള്ള സ്നേഹമാണോ അതേ സ്നേഹമാണോ ദൈവത്തിന് ഇപ്പുറത്തിരിക്കുന്ന സാറിനോടും ഉള്ളത്? നമ്മൾ പൊതുവേ ധാരണ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം സ്നേഹമാണ്, എല്ലാവരെയും വാരി വിതറി സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്.
കോമൺ പ്ലാറ്റ്ഫോമിൽ അതാണ്. പക്ഷേ ദൈവസ്നേഹത്തിന് വ്യാപാര ശക്തി വ്യത്യാസങ്ങളുണ്ട്. അല്ല, ദൈവം എല്ലാവരും ഒരുപോലെ അല്ല സ്നേഹിക്കുന്നത്. മാതാവിനോടുള്ള സ്നേഹമല്ല ശിഷ്യന്മാരോട്, സഹോദരന്മാരോടുള്ള സ്നേഹമല്ല എന്നോടുള്ള സ്നേഹമല്ല നിങ്ങളോടും. അത് വ്യത്യാസമുണ്ട് അതിന് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തി നമ്മളിലേക്ക് വന്നു കയറുകയാണ്. അത് ദൈവമായിട്ട് വയ്ക്കുന്ന ഒരു ഡിഫറൻസ് അല്ല, നമ്മൾ കോരിയെടുക്കുന്ന വ്യാപ്തിയിലുള്ള വ്യത്യാസം, അതിൻ്റെ ഒരു അളവിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, വേറെ റൂട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഏദൻ തോട്ടത്തിൽ ഇങ്ങനൊരു മോഷണം നടന്നു. ആ മോഷ്ടിച്ചത് വിശ്വാസമാണ്. യേശുവിലുള്ള വിശ്വാസത്തെ മോഷ്ടിക്കുവാനായിട്ട് ഇന്നും അനേകർ നമ്മളിടയിൽ വ്യാപരിക്കുന്നുണ്ട്. അതിനെ ഭേദാഭേദത്തോടെ തിരിച്ചറിയുവാൻ, വാക്യം പറയാമോ? ഒത്തിരി തവണ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ വാക്യമാണ്. ഭേദാഭേദത്തോടെ തിരിച്ചറിയുവാൻ ക്രിസ്തു സ്നേഹം വർദ്ധിക്കണമെന്ന് ഫിലിപ്പിയർ 1:9 എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം മേൽമേൽ വർദ്ധിച്ച് പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുമാറാകണം. അതിനുള്ളൊരു വ്യാപാര ശക്തി നമ്മളിലേക്ക് വരണം. അതാണ് ഇവിടെ പറയുക. ഇപ്പോൾ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇതിനെപ്പറ്റി നമ്മൾ ജാഗരൂകനായിരിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ കള്ളന്മാരുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളുടെ ജഡത്തിൻ്റെ ആഗ്രഹം വലിയൊരു കള്ളനാണ്. അവൻ നമ്മളുടെ പല കാര്യങ്ങളും മോഷ്ടിക്കും. ജഡത്തിൻ്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കും തോറും നമ്മളുടെ വിശ്വാസത്തെ താഴോട്ടേക്ക് ഇവൻ പിടിച്ച് താത്തോണ്ടേയിരിക്കും. കാരണം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാൽ, ക്രിസ്തുവിനോടടുത്താൽ ജഡത്തിനെ അധികം തൃപ്തിപ്പെടുത്തുവാൻ നമ്മുടെ ആത്മാവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ജഡം എന്തു ചെയ്യും? ഈ വിശ്വാസത്തെ കുറേശ്ശെയായിട്ട് മോഷ്ടിക്കും. അതുകൊണ്ടാണ് പുരോഹിതന്മാർ പോലും ഇത്രയും കുർബാനയൊക്കെ ചൊല്ലിയിട്ടും ചിലരൊക്കെ പറയും, ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയും. വിശ്വാസികളും പറയും, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതെന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ന്യായീകരണം കണ്ടെത്തുവാനുള്ള ഒരു ഉപാധിയായത്. നിരീശ്വരവാദികളുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശരിക്കും അതിനുള്ള വാക്ക് ദൈവനിരാസം എന്നാണ്. നിരീശ്വരവാദി എന്നുള്ളൊരു വാക്കിനേക്കാളിൽ ദൈവനിരാസം എന്നുള്ളതാണ്. ഇത് ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇത് ഒരു ജസ്റ്റിഫിക്കേഷനാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ നമ്മൾ തന്നെ സ്വീകരിക്കുന്ന ഒരു ജസ്റ്റിഫൈഡ് പാത്താണിത്, ദൈവനിരാസം എന്ന് പറയുന്നത്. ഇതങ്ങ് നിരസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയും പിന്നെ എനിക്ക് അദ്ദേഹത്തോടൊന്നും പറയാനും പറ്റത്തില്ല, അദ്ദേഹത്തിന് എന്നോടും ഇടപാടൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകട്ടെ. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള മോഷണ അവസ്ഥകളും നമ്മളിൽ തന്നെയുണ്ട്. നമ്മളതിനെ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഇനി അടുത്ത വചനം കേട്ടോളൂ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വചനമാണ്. ജീവൻ, നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ ഈ ഒരൊറ്റ വാക്കിനെ കേന്ദ്രീകരിച്ചാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊന്ന് പഠിക്കണം. എന്താണ് ഈ ജീവൻ? ജീവൻ എന്ന് പറഞ്ഞാൽ, ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എന്നിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ വെറും ജീവനല്ല, ആ ജീവൻ സമൃദ്ധിയായിട്ട് തരുവാനും കൂടിയാണ് വന്നത്. അപ്പോൾ ജീവൻ എന്താണെന്ന് പഠിക്കണം. നിങ്ങൾ സസ്യങ്ങളെ നോക്കൂ, അതിനൊരു ജീവനുണ്ടല്ലേ? ജന്തുക്കൾക്കും ജീവനുണ്ട്, മനുഷ്യർക്കും ജീവനുണ്ട്. ഈ 3 ജീവനും ഒരേ തരത്തിലുള്ള ജീവനാണോ? അല്ല. ഇപ്പം എൻ്റെ കാലയിൽ ഒരു കല്ല് വന്ന് വീണാൽ ഞാൻ അമറി നിലവിളിക്കും. അതേസമയം ആ കല്ല് ഒരു പോച്ചയുടെ മണ്ടയ്ക്ക് കൊണ്ടിട്ട് നോക്കി, അതിന് ജീവനുണ്ട്. അതിന് എന്തെങ്കിലും നിലവിളിയോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ജീവനല്ല എൻ്റെ ജീവൻ, എൻ്റെ ജീവനല്ല മൃഗത്തിൻ്റെ ജീവൻ.
ഇതൊന്നുമല്ലാത്ത മറ്റൊരു ജീവനാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ. അപ്പോൾ ഇതൊന്നും വ്യത്യാസമായിട്ട് പഠിക്കണം. നമ്മളിത് കുറച്ച് ഇതിൻ്റെ ഒരു അംശമൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പല ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ജീവൻ? നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത്? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും. ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി, മൈക്കില്ല, ക്യാമറ ഓഫായി, ഫാൻ നിന്നു. നമ്മളാകെ എന്താകും? അസ്വസ്ഥരാകും, ഇറിറ്റേഷൻ വരും. ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങളെന്നെ കേൾക്കുമായിരിക്കും. വേർത്തൊഴുകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ട് വരും. അച്ഛന് നിർത്തിക്കൂടെ? എന്തുവാണിത്? കുറേ നേരമായല്ലോ, കറണ്ട് പോയത് അറിഞ്ഞില്ലേ? ചോദിക്കാൻ തുടങ്ങിയില്ലേ? ഇറിറ്റേഷൻ. ഒരു തരം ജീവനാണത്. ഇനി ഇതേ സിറ്റുവേഷൻ, കറണ്ട് പോയി, ഫാൻ ഓഫായി, ഒന്നും സംഭവിക്കാത്ത പോലെ നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാനും ഒന്നും സംഭവിക്കാത്ത പോലെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുറച്ചും കൂടെ ഹയർ ജീവനാണത്. കർത്താവിൻ്റെ കൽപ്പനകൾ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ കർത്താവിൻ്റെ കൽപ്പനകൾ പുതിയ നിയമത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ ജീവൻ പോരാ. പിന്നെന്ത് വേണം? ജീവൻ പോരാ, സമൃദ്ധിയായ ജീവൻ വേണം. അതായത് ചെകിട്ടത്തടിക്കുന്നവന് മറുകരണം കാണിക്കണമെങ്കിൽ നമ്മളിൽ ഇപ്പോൾ ഉള്ള ജീവൻ പോരാ. എന്ത് വേണം? സമൃദ്ധിയായ ജീവൻ വേണം. യേശുവമ്പുരാൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വന്നത്. അതിലാദ്യത്തെ ജീവൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാൽവറി യാഗത്തോടു കൂടിയുള്ള വീണ്ടെടുപ്പാണ്. വീണ്ടെടുപ്പിൽ കൂടി നമുക്ക് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടി. അത് മാമോദീസായിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ജീവൻ പരിശുദ്ധാത്മ പ്രവാഹത്താൽ എത്തി. അതുകൊണ്ട് കാര്യം ആകുന്നില്ല. ജീവൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അത് പരിശുദ്ധ മാമോദീസായിൽ നമുക്ക് ജീവൻ കിട്ടി. ഏകൻ്റെ ലംഘനത്താൽ പാപം ലോകത്തിലേക്ക് മരണമായി വ്യാപരിച്ചുവെങ്കിൽ ആ മരണത്തെ തൻ്റെ ജീവനാൽ ഉയർപ്പിച്ചു. എല്ലാവരും മരിച്ചിരിക്കെ, ക്രിസ്തു മരിക്കുമ്പോൾ എല്ലാവരും മരിക്കുന്നു, അവനോടുകൂടി എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നു. ശ്രദ്ധിച്ചുകൊള്ളണം, അല്പം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജീവൻ മാമോദീസായിൽ നമുക്ക് കിട്ടി. നിങ്ങൾക്കെല്ലാവർക്കും, മരിച്ചവരായിരുന്നു നിങ്ങളെ, അവൻ്റെ മരണം മൂലം അവൻ ജീവൻ തന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും എന്ന് ഫ്യൂച്ചറിൽ പറയുവാൻ കാരണം, കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവ് മരിച്ചിട്ടില്ല, കാൽവറിയിൽ മരിച്ചിട്ടില്ല. അപ്പോൾ മരിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ് വന്നിരിക്കുന്നത്. അവിടെ നിർത്തിയില്ല, സമൃദ്ധിയായ ജീവനും നൽകുവാനാണ് വന്നത്. അപ്പോൾ ഈ ജീവൻ നൽകിയാൽ അത് സമൃദ്ധിയാവുന്നത് എങ്ങനെയാണ്? സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ അതിന് അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. ഈ ആത്മാവ് തന്നെയല്ലേ മാമോദീസായി കിട്ടിയത്? അല്ലേ? വേറെ ആത്മാവല്ലോ ആണോ? അല്ലല്ലോ, ഇതേ തന്നെ കിട്ടിയത്. പക്ഷേ ഈ ആത്മാവിൻ്റെ മറ്റൊരു അഭിഷേകം അതുണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ കാര്യം, അതായത് ഇന്നലത്തെ ദിവസത്തിനേക്കാളിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ മുങ്ങിയോ? ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം, ഞാനത് കുടിക്കുന്നു.
കുടിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കും, അല്ലേ? ജീവൻ നിലനിർത്താൻ സാധിക്കും. അതിന് വെള്ളം അത്യാവശ്യമാണ്. വെള്ളമില്ലാതെ, വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല. ഈ വെള്ളം തന്നെ നമ്മൾ കുളിക്കുമ്പോൾ, അതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ, അത് വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിലാണ് നിന്ന് കുളിക്കുന്നതെങ്കിൽ എന്തുമാത്രം ഒരു ശരീരസുഖം നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ മനസ്സും കുളിർമയാകും. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദ നദി നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. 46 47 സങ്കീർത്തനം. നിൻ്റെ ആനന്ദ നദി നീ ഞങ്ങളെ കുടിപ്പിക്കുന്നതൊരു വചനമുണ്ട്. എവിടെയാണ്? ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതൻ്റെ നിവാസത്തിനെ സന്തോഷിപ്പിക്കുന്നു. അതല്ല, ആ വാക്യമല്ല. 46 അത് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ വായിച്ചതാണ്. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കും. ഞാനതല്ല പറഞ്ഞത്. നിൻ്റെ ആനന്ദ നദി നീ ഞങ്ങളെ കുടിപ്പിക്കുന്നു എന്നൊരു വചനമുണ്ട്. സങ്കീർത്തനങ്ങളിൽ തന്നെയാണ്. ഞാൻ ഈ 2 ദിവസത്തിനൊക്കെ എപ്പോഴോ ഒന്ന് വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പറഞ്ഞത് കണ്ടുപിടിച്ചാൽ മതി, കുഴപ്പമില്ല. ഈ ആനന്ദ നദി വരണമെങ്കിൽ സമൃദ്ധിയായ ജീവൻ പ്രദാനം ചെയ്യുന്നത് ഈ ആനന്ദ നദിയാണ്. അതില്ലെങ്കിൽ ആത്മീയതയിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കില്ല. ഒരിടത്തങ്ങ് നിൽക്കും. ജീവൻ കൊണ്ട് മാത്രം ആവുന്നില്ല. അവൻ്റെ പ്രതിമയോട് അനുരൂപപ്പെടണ്ടേ? വേണ്ടേ? കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:17. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടതാണ്. അങ്ങനെ രൂപാന്തരപ്പെടണമെങ്കിൽ സമൃദ്ധിയായി ജീവൻ വേണം. അപ്പോൾ നിങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. സമൃദ്ധിയായ ജീവൻ ഉണ്ടായോ? അതിനുള്ള സാഹചര്യം വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ചില പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നത്. ടെസ്റ്റ് പേപ്പർ എടുത്തില്ലേ ക്ലാസ്സിൽ? ഇത് ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ? അതിനുവേണ്ടിയാണ് പരീക്ഷകൾ. അതിനുവേണ്ടി തന്നെയാണ് പരീക്ഷകൾ തരുന്നത്. പക്ഷേ ഓരോ പരീക്ഷാ പേപ്പറിനും ഇൻറ്റൻസിറ്റി വ്യത്യാസമാണെന്നുള്ളതേ ഉള്ളൂ. ഞാനതിന് പറയാറുള്ളത്, മിടുക്കന്മാർക്കല്ല നല്ല ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ടഫ് ക്വസ്റ്റ്യൻ പേപ്പറേ ചുമ്മാ മണ്ടന്മാർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? മിടുക്കന്മാർക്കേ ഫസ്റ്റ് ടഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതിൽ ജയിച്ചാൽ ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മഹത്വത്തിൻ്റെ വ്യാപാരവും വ്യത്യസ്തമാണ്. മഹത്വത്തിന് ഖനമുണ്ട്. 4:17 2 കൊരിന്ത്യർ. നൊടി നേരത്തേക്കുള്ള നമ്മുടെ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഖനം. അതിനൊരു ഖനമുണ്ട്. എബ്രായ വാക്ക് ഏതാണ്? ഖാബോധ. ഇനി മറക്കരുത്. ഖാബോധ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്നാണ് അർത്ഥം. വെയിറ്റ്. ഇതിനൊരു ഖനമുണ്ട്. ഈ ഖനം നമ്മൾ അറിയുന്നത് ആത്മാവിലാണെന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ ഈ തേജസ്സിനെ ഈ കണ്ണുകൊണ്ട് കാണാമായിരുന്നു. മോശ കണ്ടു. ശലോമോൻ ദേവാലയ കൂദാശ നടത്തിയപ്പോൾ ശലോമോനും കണ്ടു. എങ്ങനെയാണ്? 1 രാജാക്കന്മാർ 8 അധ്യായത്തിലുണ്ട്. യഹോവയുടെ തേജസ് നിമിത്തം മേഘം ആവശ്യത്തിന് കാരണം പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 3:7 പറയുന്നു. എന്തു പറയുന്നു? എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സേറിയതായിരിക്കും. എൻ്റെ ചോദ്യം, വല്ലോ തേജസ്സേറിയ ഈ അവസ്ഥ നമുക്ക് കിട്ടുന്നുണ്ടോ? ശലോമോൻ്റെ ശുശ്രൂഷ സമയത്ത് ദേവാലയത്തിൽ അത് കാണാമായിരുന്നു. ഈ കണ്ണുകൊണ്ട് അവർ ഭയന്നുപോയി. അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നില്ല.
പൗലോസ്ലീഹ പറയുന്നു അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ശക്തിയാണ് ഈ തേജസ് എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കിത് അറിയാൻ പറ്റാതെ പോകുന്നത്? ഇത് സമൃദ്ധിയായില്ല, ജീവനേ ഉള്ളൂ. സമൃദ്ധിയായ ജീവൻ വന്നാലേ തേജസ്സിൻ്റെ ഘനം അറിയുവാൻ പറ്റുകയുള്ളൂ. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാസ്സായെങ്കിൽ മാത്രമേ തേജസ്സിൻ്റെ ഘനം അറിയുവാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത് ആത്മാവിലാണ് ഈ ഭാരം അനുഭവപ്പെടുന്നത്. ആത്മാവ് നിന്ന് തിളയ്ക്കും. അങ്ങനെ നിന്ന് തിളയ്ക്കുമ്പോഴാണ് ശരീരം ക്ഷീണിക്കുന്നത്. ഇങ്ങനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ആത്മാവ് തിളയ്ക്കുമ്പോൾ ശരീരത്തിന് ചിലപ്പോൾ ക്ഷീണമുണ്ടാകാം. ആ ഘനം നമുക്ക് ഇടയ്ക്കിടെ ദൈവം തന്നുകൊണ്ടേയിരിക്കും. കാരണം ഇങ്ങനൊരു സംഗതി ഉണ്ട്. ഇത് നിത്യഘനമായിട്ട് തേജസ്സിൻ്റെ നിത്യഘനം ലഭിപ്പാൻ ഹേതുവാകുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ആ നിത്യഘനം, നിത്യമായിട്ട് നിലനിൽക്കുന്ന ഘനത്തിൻ്റെ അംശാംശം നമുക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ ആത്മാവിൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. മോശയ്ക്ക് ഇടയ്ക്കിടെ ഈ തേജസ് കാണിച്ചുകൊണ്ടിരുന്നത് പോലെ ഇങ്ങനൊരു സംഗതിയുണ്ട്. കാരണം ഇത് നമുക്ക് ആ ഒരു രീതിയിലും നമ്മളുടെ വിശ്വാസം ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിപ്പാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ വേണ്ടി ദൈവം ഈ തേജസ്സിൻ്റെ ഘനം തരുവാൻ വേണ്ടി കഷ്ടതകൾ അനുവദിച്ച് അങ്ങനെ വെച്ചേക്കും. അപ്പം അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ജയിക്കണം, പരീക്ഷകളെ ജയിക്കണം. അതാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. നമ്മളൊരു പരീക്ഷ പാസ്സാണെങ്കിൽ നമ്മളിൽ സമൃദ്ധിയായ ജീവൻ വേണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അതുണ്ട്. ശരിക്കും ഈ എളിമ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതിനകത്ത് റമ്പാച്ചൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ലേ, കർത്താവേ എന്നെ എളിമയുള്ളവനാക്കണമേ. എനിക്ക് മനസ്സിലായിടത്തോളം ക്രിസ്ത്യൻ ജീവിതത്തിലും മാനുഷികമായ നമ്മുടെ വ്യാപാരത്തിലും ഏറ്റവും പ്രയാസമുള്ള വെർച്യുവാണ് എളിമ. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം എളിമയുള്ളവരാണ്. എൻ്റെ വിചാരം ഞാനാണ് ഏറ്റവും എളിമയുള്ള മനുഷ്യനെന്നാണ്. വേറൊരാളോട് ചോദിച്ചു നോക്കണം. അല്ല, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മളിപ്പം മനുഷ്യരോട് ഇടപെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും എളിമക്കുറവുണ്ടോ? നമുക്ക്? ഓരോ എളിമക്കുറവില്ല. എന്ത് ഭവ്യതയോടാണ് നമ്മൾ എല്ലാവരോടും ഇടപെടുന്നത്. അയ്യോ ആ വിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കർത്താവ് താണിറങ്ങി വന്ന പോലാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ആരോടെങ്കിലും എളിമയല്ലാതെ പെരുമാറുന്നുണ്ടോ? എളിമ അതല്ല എളിമ. അതായത് എളിമ എന്നുള്ള കാര്യം, അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പറഞ്ഞാൽ അഹങ്കാരം എന്ന് വേണേൽ പറയും, അല്ലേ? അഹങ്കാരം ഒരു പന്നവാക്കല്ല, ഒരു നല്ല വാക്കാണ്. അഹംകാരം ഇതല്ല, അഹമാണ് പ്രശ്നം. അവിടെയാണ് പോയിൻ്റ്. അതായത് ചില കാര്യങ്ങൾ നമ്മുടെ അഹത്തെ കയറി കൊള്ളും, അന്നേരം നമ്മൾ ആളങ്ങ് മാറും. മനുഷ്യരോട് ബിഹേവ് ചെയ്യുന്ന കാര്യമല്ല എളിമ, അതല്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. വളരെ വിനയപൂർവ്വം ചിരിച്ച് സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടൊക്കെ പെരുമാറുന്നതാണ് എളിമ എന്നാണ്. അത് വേണം, അത് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ പെരുമാറുന്നവൻ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് എനിക്കുണ്ടാകും പ്രശ്നമുണ്ട്, ഞാൻ ഉള്ള കാര്യം പറയല്ല. ചില കാര്യം പറയുമ്പോൾ എൻ്റെ അഹത്തെ കയറിക്കൊള്ളും, അന്നേരം അറിയാം. ചിലപ്പം പബ്ലിക്കായിട്ട് ഒരച്ഛനെന്നുള്ള രീതിയിൽ നമ്മൾ വളരെ സൗമ്യമായിട്ടൊക്കെ അവിടെ നിന്നാലും മുറിയിൽ പോയി നമ്മൾ ആ കേട് തീർക്കും. അതുകൊണ്ടാണ് രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. രഹസ്യകാര്യങ്ങളിൽ നമ്മൾ ശരിക്കുള്ള ആളാണെന്ന്, ആരാണ് നമ്മളെന്ന് അറിയണമെന്നെങ്കിൽ മുറിയിൽ കഥ കടച്ചിട്ട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെ ഒന്ന് പഠിച്ചാൽ മതി. രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണം. അപ്പോൾ എളിമ എന്ന് പറയുന്നത് ബിഹേവിങ് അല്ല. ബിഹേവിങ് പാറ്റേണൊക്കെ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ മാധ്യമങ്ങൾ തുറന്നാൽ മോട്ടിവേഷൻ അല്ലാതെ വേറൊരു പരിപാടിയില്ല.
ഞാൻ ഈയിടയ്ക്ക് ചിന്തിച്ചു, ഇവരാരും വേദോത്സവം വായിക്കുന്നില്ലേ? എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഈ കർത്താവ് പറഞ്ഞാൽ അത് ഒറ്റ കാര്യം വേറെ പറയുന്നില്ല. കർത്താവ് പഠിപ്പിച്ചതിൻ്റെ ഒന്നും ഏഴെഴുത്ത് വരുന്നുമില്ല, അത് വേറെ കാര്യം. ഈ കർത്താവ് പറഞ്ഞിട്ടുള്ള ഈ മത്തായി 5, 6, 7 ആ അധ്യായത്തിൻ്റെ ലെവലൊന്നും വന്നിട്ടില്ല. ഈ കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത ഒരു മോട്ടിവേഷനും ആരും ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മോട്ടിവേഷൻകാർക്കൊന്നും സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അവൻ ജീവൻ കൊടുക്കണം. ആ ലെവൽ പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെക്കിടയിലുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാം പറയുന്ന ഈ സംഗതി കർത്താവ് പറഞ്ഞിട്ടില്ലാത്തതൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനെ ഞാൻ കുറ്റം പറഞ്ഞൊന്നുമല്ല. പക്ഷേ ഇതാണ് സംഗതി. ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മളുടെ സ്വഭാവ രീതികൾ. ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു സമൂഹത്തിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ളത് ഈ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അഹത്തെ തൊടുന്ന കാര്യം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സമൃദ്ധിയായ ജീവൻ എന്ന പരിശുദ്ധാത്മാവ് തൊടണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്ന വലിയ വിദഗ്ധരായ മോട്ടിവേഷൻ സ്പീക്കേഴ്സുണ്ട്. ഞാനൊരു സംഗതി നേരിട്ട് കണ്ടതാണ്. 1 മണിക്കൂർ ക്ലാസ് എടുത്തു. 5 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. 5 ലക്ഷം രൂപ ഒറ്റ മണിക്കൂർ. പക്ഷേ ഈ 5 ലക്ഷം രൂപയ്ക്ക് ആദ്യം ഇവർ സമ്മതിച്ചില്ല. അതായത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു 5 ലക്ഷം. പക്ഷേ 5 ലക്ഷം കൊടുക്കാൻ സംഘാടകർക്ക് സാധിച്ചില്ല. അകത്തെ മുറിയിൽ ഈ സ്പീക്കറെ വിളിച്ചിട്ട് അവർ വളരെ ഭവ്യതയോട് പറഞ്ഞു, സാറേ ഒരു 50,000 രൂപ കുറവുണ്ട്, ഒരു 2 ആഴ്ചയ്ക്കകം ഞങ്ങളത് ക്രമീകരിക്കാം. ഇയാളുടെ ഭാവം മാറി, മോട്ടിവേഷനെല്ലാം പോയി. മോട്ടിവേഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? എളിമ വേണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആളുടെ സർവ്വ കൺട്രോളും പോയി. ഭയങ്കര ബഹളം, അസഭ്യവാക്കുകളായി. അപ്പോൾ എളിമ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സാധനമല്ല. എളിമ നമ്മുടെ അഹത്തിൽ, അത് അവൻ്റെ അഹത്തിൽ കൊണ്ടു, അവൻ്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുക. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ അഹം എന്ന് പറയുന്ന സാധനം ഇതാണ്. പഠിക്കേണ്ടതും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതുമായൊരു സാധനമാണ് അഹം. ഇതകത്തുണ്ട്, എന്നിലുമുണ്ട്, വളരെ ശക്തമായിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ പെട്ടെന്ന് ഞാൻ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നമ്മളിൽ സമൃദ്ധിയായ ജീവൻ എത്രമാത്രം വരുവാനിരിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അതാണ് യേശുവിൻ്റെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിൻ്റെ ശരീരം, അവൻ്റെ അഹം എങ്ങനെ ബിഹേവ് ചെയ്തോ അതുപോലെ നമ്മളുടെ ശരീരം ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് യേശുവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുന്നത്. നിത്യജീവന് വേണ്ടി മാത്രമല്ല. യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ട് പൊതുയോഗത്തിൽ വന്ന് പിശാചിൻ്റെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമൃദ്ധിയായ ജീവനില്ലെന്ന് മാത്രമല്ല, ജീവനും പോയി മരിച്ചു പോകും, ദേഹി ചാവും. നമ്മൾ മാറുന്നില്ല, അതാണ് പ്രശ്നം. മാറുന്നേയില്ല. ഇങ്ങനെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തില്ല. ഫിലിപ്പിയർ 3:21. അവൻ അത് ചെയ്തു തരാൻ കർത്താവിന് പറ്റും. അതിനാണ് സമൃദ്ധിയായ ജീവൻ നൽകുവാനും. അതിന് കർത്താവ് ഇവിടുന്ന് പോകണം, മരിക്കണം, ജീവൻ തരണം, പോണം, എന്നിട്ട് അവൻ ഒഴുക്കിത്തരണം. എന്ത്? സമൃദ്ധിയായ ജീവൻ. അത് ഒഴുകുന്നതിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നെന്നാണ് പറഞ്ഞത്? പെട്ടെന്ന് പറയൂ. പിലാവിൽ നിന്ന് ഒഴുകിയ രക്തത്തിൻ്റെ കൂടെ ഒഴുകിയ ജീവജല നദിയാണ് സമൃദ്ധിയായ ജീവൻ. പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറുവാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലായി പറഞ്ഞ എന്താണെന്ന്? ബുർജ് ഖലീഫയുടെ മുകളിലാണ് രക്ഷ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. പഴയ നിയമത്തിൽ പറഞ്ഞു,
ഒരു ഏണി വെച്ചിട്ടുണ്ട്, കയറിക്കോളാൻ പറഞ്ഞു. പല വീരന്മാരും, മോശ അടക്കം യോനാസ് സ്നാപകൻ വരെയുള്ള വീരന്മാരെല്ലാം കയറി നോക്കി. പകുതിയായപ്പം ക്ഷീണിച്ചിട്ട് താഴെ പോയി. കർത്താവ് വന്നു. രക്ഷ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ഏണിയും തരത്തില്ല, ഏണി അങ്ങെടുത്ത് മാറ്റി. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് പഴയ നിയമത്തിൽ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട്ടത്ത് തിരിച്ചടിച്ചാൽ അവിടെ അത് സോൾവായി. കർത്താവ് എന്ന് പറഞ്ഞു അങ്ങനെ പാടില്ല, അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, ഏണി മാറ്റി. പക്ഷേ എന്ത് തന്നു? ലിഫ്റ്റ് ഉണ്ട് അകത്ത്, നിങ്ങളൊന്നും ചെയ്യേണ്ട, അകത്തോട്ട് കയറി നിൽക്കുക. ഈ പാറക്കിലിത്ത സഹായകൻ നിന്നെ വെറുതെ പൊക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ, ഉയരത്തിലേക്ക്, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പാപത്തെ ജയിച്ച് ജയിച്ച് ജയിച്ചു പോകും. നിങ്ങൾ അങ്ങനത്തെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടോ? ഈ ഗ്ലാസ് കൊണ്ടുള്ള ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടോ? വലിയ ബിൽഡിങ്ങിനൊക്കെ ചുറ്റും ഗ്ലാസ് ഉള്ള ലിഫ്റ്റുണ്ട്. അതിൽ പോകാൻ നല്ല രസമാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് പൊങ്ങുന്തോറും നമ്മളിങ്ങനെ ഉയരത്തിലേക്ക്, ഈ ഫ്ലൈറ്റിലിരിക്കുന്നതിനേക്കാളിലൊരു, ഫ്ലൈറ്റിലിരുന്നാലൊന്നും കാണില്ലല്ലോ, നമ്മളിങ്ങനെ പൊങ്ങി പൊങ്ങി പോവുക. ഭൂമി നമ്മളിൽ നിന്ന് അകന്നകന്ന് നമ്മളിങ്ങനെ ഉയരത്തിലേക്ക് പോവുകയാണ്. ഇത് വലിയൊരു അനുഭൂതിയാണ്. ഇതാണ് പാപത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ജീവനിലേക്ക് പ്രവേശിച്ച് ഫിലിപ്പിയർ 3:21 പറയുന്ന പോലെ അവൻ സകലത്തെയും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവൻ്റെ എന്തുകൊണ്ട് വ്യാപാര ശക്തിയുണ്ട്. അത് ആരാണ് ആ വ്യാപാര ശക്തി? പരിശുദ്ധാത്മാവാണ് ഈ വ്യാപാര ശക്തി. ആ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതിന് സമൃദ്ധി തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ദേഹിയിലും പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് സാധ്യമേ അല്ല. അപ്പോൾ കർത്താവിൻ്റെ പുറകെ പോകുന്നവർ സമൃദ്ധിയായ ജീവന് വേണ്ടി ആഗ്രഹിക്കണം. അതിന് ഞാൻ എന്ത് കഷ്ടത ഏറ്റെടുത്താലും എനിക്ക് തേജസ്സിൻ്റെ ഘനം മതി. ദൈവമക്കളെ, നമ്മളൊരു കാര്യം ആലോചിച്ചോളൂ. വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടമേ നമുക്ക് കൂടുള്ളൂ. വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടം. അതിനുശേഷം നിത്യത. ഈ വേദനയും ഈ പ്രയാസവും ഈ ദുഃഖവും ഈ നൊമ്പരവും സഹിച്ചു കൂടാതെ വണ്ണമുള്ള ഈ ഹൃദയ നൊമ്പരങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും ഇതെല്ലാം ഇതിനപ്പുറം സഹിച്ചവനുമായ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നുള്ള അതാണ് പ്രത്യാശ. നിങ്ങൾക്ക് പ്രത്യാശയ്ക്കൊരു ഡെഫിനിഷൻ പറയാമോ? എന്തുവാണ് നിങ്ങളുടെ പ്രത്യാശ? ഒരു പ്രത്യാശ പറഞ്ഞേ. ഒരു പ്രത്യാശ പറയാമോ? ഒരു പ്രത്യാശ, നിങ്ങൾക്കുള്ളൊരു പ്രത്യാശ പറ. ആശ പറയല്ലേ. ആശിക്കുന്നതിൻ്റെ ഉറപ്പല്ല വിശ്വാസം, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു പ്രത്യാശ പറയൂ. ഒരു പ്രത്യാശ ഇല്ലേ? ആർക്കും ഒരു പ്രത്യാശയില്ലേ? ഒരു പ്രത്യാശ പറയൂ. നിങ്ങൾക്ക് ഒരു പ്രത്യാശയില്ല. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അടുത്ത ആഴ്ച തൊട്ട് ഈ ശുശ്രൂഷ ഞാൻ നിർത്തുകയാണ്. ഒരു പ്രത്യാശയില്ലേ? ദൈവരാജ്യത്തിൻ്റെ അംഗമാകുക, നിത്യജീവൻ ലഭിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ പ്രത്യാശ. അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിലേക്കുള്ള പ്രവേശനമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും ഇനിയും സ്വർഗത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇനി ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞുതരാം. റോമർ 5 എടുക്കുക. റോമർ 5 ഇന്ന് വായിച്ചേ. 5 1 തൊട്ട് വായിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അടുത്ത വചനം വായിച്ചോളൂ. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഇനിയും എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് ചോദിച്ചാൽ, ഇനി നിങ്ങൾ വേറൊന്നും പറയാൻ പോകണ്ട. ദൈവമഹത്വത്തിൽ
ദൈവത്തിൻ്റെ തേജസ്സിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ തേജസ് നമ്മളിലേക്ക് വന്ന് നമ്മളും കർത്താവിൻ്റെ തേജസ്സും ഒരുപോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇതാണ് എൻ്റെ പ്രത്യാശ. അതിന് ഈ ഹ്രസ്വ ജീവിതകാലത്ത് നമുക്ക് വരുന്ന പരീക്ഷകളെ സന്തോഷപൂർവ്വം, പരീക്ഷകളെയോ വേദനകളെയോ നൊമ്പരങ്ങളെയോ എല്ലാം ദൈവമക്കൾക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നല്ല, ഇതെല്ലാം നന്മയ്ക്കായിട്ട് അതെല്ലാം കൂടെ ഒത്തുകൂടി അങ്ങ് വ്യാപരിക്കും. അപ്പോൾ ഭാര്യ മരിച്ചു പോയത്, ഭർത്താവ് മരിച്ചു പോയത്, മക്കളില്ലാതെ പോയത്, മറ്റ് വേദനകൾ വന്നത്, കടബാധ്യതകൾ വന്നത്, മറ്റ് നൊമ്പരങ്ങൾ വന്നത്, കൂട്ടുകാർ നിന്ദിച്ചത്, അപമാനിക്കപ്പെട്ടത്, ഭാരങ്ങൾ വഹിക്കേണ്ടി വന്നത്, ഇതെല്ലാം കൂടെ കൂടും, ഒത്തൊരുമിച്ചിട്ട് അത് നന്മയ്ക്കായിട്ട് വ്യാപരിക്കും. എന്നിട്ട് നമ്മൾക്ക് തേജസ്സിൻ്റെ നിത്യഗാനം. അപ്പോൾ ഇനി പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്, എനിക്ക് കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞാൻ എൻ്റെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവവും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ വിളിച്ചടുപ്പിക്കുകയാണ്. യേശുക്രിസ്തു എന്ന ആ മഹത്വാൻ്റെ അടുക്കിലേക്ക് നമ്മളെ വിളിച്ചടുപ്പിക്കുന്നതാണ്. ബാക്കി വായിക്കും. അതാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അവർക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയൻ. ഇനി ആടുകളുടെ ഒരു കാര്യം പറയാം. പഴയ നിയമകാലത്തെ ഇടയന്മാർ ഘനശാലികളായിരുന്നു, സാഹസികരായിരുന്നു, യുദ്ധം ചെയ്യുവാൻ അറിയാമായിരുന്നു, മൃഗങ്ങളോട്, സിംഹങ്ങളോട് മല്ലിടുവാൻ അറിയാമായിരുന്നു, അല്ലേ? അതാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദാവീദ് സിംഹങ്ങളുടെ ഇടയിൽ, കാട്ടുപോത്തുകളുടെ ഇടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു, അല്ലേ? പാലസിംഹങ്ങൾ എൻ്റെ നേരെ അലറി വന്നു, അവരെ ഞാൻ പിച്ചി ചീന്തി കളഞ്ഞു എന്നൊക്കെ ദാവീദ് പറയുമ്പോൾ, ദാവീദ് അങ്ങനെ ഒരു അഭ്യാസിയായിരുന്നു. ഇങ്ങനെയുള്ള ഇടയന്മാർ അനേകം ആടുകളെ കൊണ്ടുപോകുമ്പോൾ ചെന്നായി വന്ന് ആക്രമിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് ശത്രുക്കൾ വന്ന് ആക്രമിക്കാം, ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോവാം. അതായത് ഇടയൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ഇതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണെന്നറിയാം? ഇടയനെ കൊന്നാൽ ആടുകൾ ചിതറിപ്പോവും, പിന്നെ ആടുകൾക്ക് രക്ഷയില്ല, ആടുകളെ പിന്നെ കിട്ടത്തില്ല. എന്നാൽ നമ്മുടെ നല്ല ഇടയനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ആടുകൾ ഒന്നിച്ചു കൂടിയത്. ഇതാണ് ഈ നല്ല ഇടയനും പഴയ നിയമത്തിലെ ഇടയന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇടയൻ കൊല്ലപ്പെട്ടാൽ ആടുകൾ ചിതറിച്ചു പോകും, പിന്നെ ആടുകൾക്ക് ഐഡൻറ്റിറ്റി ഇല്ല. എന്നാൽ നമ്മുടെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചപ്പോഴാണ് നമുക്ക് ഐഡൻറ്റിറ്റി വന്നത്. അതുവരെ ഐഡൻറ്റിറ്റി ഇല്ല. ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി സർപ്പസന്തതിയുടെ ഐഡൻറ്റിറ്റിയായി. അതിൽ നിന്ന് മാറി സമൃദ്ധിയായ ജീവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മളിലേക്ക് കൈമാറി തന്നത് അവൻ്റെ മരണം കൊണ്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമയം അതിക്രമിച്ചില്ല, സമയമായി. നമുക്ക് അവസാനിപ്പിക്കാം. എന്നാലും 2 അധ്യായങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം, യെരമ്യാ പ്രവചനം 20 യെരമ്യാവിൻ്റെ പുസ്തകം 23
മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു കൊള്ളണം. ഇപ്പോൾ തൽക്കാലം ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം വായിക്കാം. എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അതുകൊണ്ട് എൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞങ്ങളോടാണ്. നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവന് ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകും. ഞാൻ നല്ല ഇടയനാകുന്നു. നിങ്ങൾ എസ്കേലിൻ്റെ പുസ്തകം 34 അധ്യായം എടുത്തേ. എസ്കേലിൻ്റെ പുസ്തകം 34 അധ്യായം. 34 എസ്കേൽ 34:14 മുതൽ വായിക്കാമോ? നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പെടുത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. കർത്താവ് ജനിക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ഈ വചനത്തെപ്പറ്റി പ്രവചിച്ചിരിക്കുന്ന എസ്കേൽ പ്രവാചകൻ്റെ ഈ വചനം പൂർത്തീകരിച്ചത് കർത്താവ് വന്ന് താൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ജനമേ, നമ്മളുടെ ഈ ഹ്രസ്വ ജീവിതകാലത്ത് ഈ നല്ല ഇടയൻ്റെ കീഴിൽ അവൻ്റെ വടിയും കോലും നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണോ അതോ വേദനപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് കർത്താവിൻ്റെ നല്ല ഇടയൻ്റെ കീഴിൽ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് അവൻ നമ്മെ ശിക്ഷിച്ച് വെടിപ്പാക്കുമ്പോൾ അവൻ്റെ വടിയും കോലും നമ്മളെ ആശ്വസിപ്പിക്കുമോ അതോ വേദനിപ്പിക്കുമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിലെ ഒരു വചനം കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. നമ്മളെ എന്തിനാണ് കർത്താവ് തൻ്റെ വടിയുടെ കീഴിൽ നിർത്തിയിരിക്കുന്നത്? ജഡസംബന്ധമായ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നാം അവർക്ക് കീഴടങ്ങിയിരുന്നില്ലയോ? ആത്മാക്കളുടെ പിതാവിന് നമ്മൾ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും അവർക്ക് ബോധിച്ചവർ ആര്? ജഡപ്രകാരമുള്ള നമ്മുടെ പിതാക്കന്മാർ, അതായത് നമ്മുടെ പിതാക്കന്മാർ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനത്രേ, നമ്മുടെ ഗുണത്തിനായിട്ടത്രേ നമ്മെ ശിക്ഷിക്കുന്നു. ആടുകളുടെ ഇടയൻ ശിക്ഷിക്കും. അവൻ യെരൂശലേം ദേവാലയം വെടിപ്പാക്കുന്നവനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ യെരൂശലേം ദേവാലയമാണ്. ഓശാന പെരുന്നാളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. പെരുന്നാളൊക്കെ നടത്തും, പക്ഷേ ചാട്ടമാറെടുക്കും കർത്താവ് വന്ന്. നമ്മുടെ ദേഹിയിലും ശരീരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിഭവനത്തിലും നമ്മൾ ചെയ്തിട്ടുള്ള അശുദ്ധികളെയും വ്യാപാരങ്ങളെയും പൈശാചിക എല്ലാ പ്രവൃത്തികളെയും തുടച്ചു നീക്കുവാനായിട്ട് നമ്മൾ ഓശാന പാടുന്നതിൻ്റെ കൂടെ നമ്മുടെ ജഡത്തിൽ അടികളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇടയൻ്റെ കാൽച്ചുവട്ടത്തിൽ തന്നെ നമുക്കിരിക്കാം. അവൻ ശിക്ഷിക്കുമെങ്കിലും നമുക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തയ്യാറാണ്. ഇപ്പോഴും അറുക്കപ്പെട്ടവനായി തന്നെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വെളിപാടിൻ്റെ പുസ്തകം 5 അധ്യായം 6 വാക്യത്തിൽ പറയുന്നുണ്ട്. സിംഹാസനത്തിൻ്റെ മധ്യേ, മൂപ്പന്മാരുടെ മധ്യേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോഴും നമ്മൾ നമ്മളെ കുറവുകളും ബലഹീനതകളുമൊക്കെ പാപങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ അറുക്കപ്പെട്ടവനായ കുഞ്ഞാട് അവൻ്റെ രക്തം കാണിച്ചുകൊണ്ട് പിതാവാം ദൈവസന്നിധിയിൽ നമ്മെ നിരപ്പാക്കി
സമൃദ്ധിയായ ജീവൻ തന്ന് പരിശുദ്ധാത്മാഭിഷേകം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ നദിയിൽ നമ്മൾ കുളിക്കണം. കുടിച്ചാൽ പോരാ, കുളിക്കണം. ദിവസവും കുളിക്കണം. നമ്മൾ ദിവസവും കുളിക്കില്ലേ? 2 ദിവസം കുളിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അസ്വസ്ഥതയാണ്. ഭക്ഷണം 2 ദിവസം വേണേൽ കഴിക്കാതിരിക്കാം, കുളിച്ചില്ലെങ്കിൽ ആപ്പാടെ പ്രശ്നമാണ്. മാമോദീസയിൽ കിട്ടിയ പരിശുദ്ധാത്മാവ്, അതേ ആത്മാവ് നമ്മളെ കഴുകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീത്തോസിൻ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ എന്താണ് പറയുന്നത്? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കരുണയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല, അവൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടേണ്ടതിന് പ്രത്യാശ പ്രകാരം പുനർജനന സ്നാനം കൊണ്ടും, അതാണ് മാമോദീസ, പുനർജനന സ്നാനം കൊണ്ടും മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ പകർന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ, എടുത്ത് വായിച്ചോ, അതോടെ വായിച്ചോ. തീത്തോസ് 3:4 4:3 നോക്കി, അത് വായിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല, അവൻ്റെ മഹാകരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെടേണ്ടതിന് നിത്യജീവൻ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, അതാണ് മാമോദീസ കൊണ്ടും, അതുകൊണ്ട് മാത്രമാകുന്നില്ല. പിന്നെയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഇതിനെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത്. ആദ്യത്തെ പുനർജന്മ സ്നാനം കൊണ്ട് നമുക്ക് കിട്ടിയത് ജീവൻ. ഇത് സമൃദ്ധമായ ജീവൻ. സമൃദ്ധമായ ജീവനില്ലാതെ അങ്ങോട്ട് ചെന്നാൽ വെളിയിലിറക്കി വിടും. ഉദാഹരണം പറയട്ടെ, ഉദാഹരണമല്ല, കർത്താവ് പറഞ്ഞ രൂപം പറയട്ടെ. സ്വർഗീയ രാജ്യത്തിൽ ഒരു വലിയ വിരുന്നൊരുക്കി, എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും ചെന്നു, ഞാനും ചെന്നു. എല്ലാവരും വന്നു. ദൈവം ഇങ്ങനെ പന്തിക്കിടയിൽ കൂടെ നടക്കുമ്പോൾ ജോൺ സാമുവേലച്ചനെ കണ്ടു. എവിടെ? അവിടെ ഇരിക്കുന്നു. വസ്ത്രം കൊള്ളില്ല, വസ്ത്രം കൊള്ളില്ല. എഴുന്നേക്കാൻ പറഞ്ഞു, വെളിയിൽ പോകാൻ പറഞ്ഞു. ചോദ്യമൊന്നുമില്ല, ന്യായങ്ങളൊന്നുമില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഔട്ട്. അയ്യോ കർത്താവ്, നീ വിളിച്ചിട്ടില്ല ഞാൻ വന്നേ. വിളിച്ചിട്ടൊക്കെയാണ് വന്നേ, പക്ഷേ വരുമ്പോൾ സമൃദ്ധിയായ ജീവൻ ഉണ്ടാവണം. വിളി ജീവൻ, തിരഞ്ഞെടുപ്പ് സമൃദ്ധിയായ ജീവൻ. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. സമൃദ്ധിയായ ജീവൻ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലല്ലേ. എന്തെങ്കിലും ഒരു സമൃദ്ധിയായ ജീവൻ നമ്മളിൽ തന്നെ നമ്മൾ ദിവസം തോറും വർദ്ധിപ്പിച്ചു വരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് ഭാഗം കൂടെ പറയണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് അത് അടുത്ത ഭാഗത്തേക്ക് മാറ്റിവെക്കാം. നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക.